സഹോദരങ്ങൾ, നിങ്ങൾ ഞങ്ങളുടെ ഇരകൾ. മദ്യത്തിനടിമയായ നിങ്ങൾ കാശത്തിന്റെ വിത്ത് വിതച്ച് രോഗം പേറി പാപത്തിന്റെ വഴിയിലൂടെ ഇതാ ഇന്നെന്റെ കാൽ ചുവട്ടിൽ ഞാനും ആഞ്ഞു ചുവട്ടയാൽ നിങ്ങളുടെ കരൾ തകർന്നു പോകും. നിങ്ങളുടെ ഹൃദയ താളം നിൽക്കും. നിങ്ങളുടെ തലച്ചോ തണുത്തുറഞ്ഞ് ജഡമായി തീരും. നിങ്ങളെ ഞങ്ങൾ മരണത്തിലേക്ക് തള്ളിവിടുന്നു. ലഹരിക്കടിമപ്പെട്ട് തിന്മയുടെ തടവറയിലായി സഹോദരങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ? നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടിനെ തേടി അലഞ്ഞ് ഒടുവിലതിനെ കണ്ടെത്തിയ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരല്ലേ നിങ്ങൾ? അപകടത്തിലായി സഹോദരങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലേ? വരൂ, ഈ തിന്മയുടെ തടവറ നമുക്ക് തകർക്കാം. ഇവരെ ഒരു പുതുജീവിതത്തിലേക്ക് കൈപിടിച്ചു ഉയർത്താം. വരൂ. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണുക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തളർന്നുകൊണ്ടിരുന്ന നിങ്ങൾ ഇനി അനാഥരല്ല. നിങ്ങളെ രക്ഷിപ്പാൻ സർവശക്തനായ ദൈവം സർവൈശ്വര്യങ്ങളുമായി കാത്തിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടതൊന്നു മാത്രം, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടി നിങ്ങളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുക. സർവശക്തനായ ദൈവം നിങ്ങളെയും തന്റെ തൃക്കരങ്ങളിൽ ചേർത്തുകൊള്ളും. വരൂ, എഴുന്നേൽക്കൂ. ഈ വലിയ സുവിശേഷം ഈ ജനതയെ അറിയിക്കും. പ്രിയമുള്ളവരെ, ഞങ്ങളോടുള്ള ക്രിസ്തുദേവന്റെ ആ വലിയ കാരുണ്യത്തിന്റെ കഥ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വലിയ ക്രിസ്തീയ പാരമ്പര്യമുള്ള കുടുംബങ്ങളിലാണ് ഞങ്ങൾ ജനിച്ചത്. പള്ളികളിലും യുവജന പ്രസ്ഥാനത്തിലും ഭരണകാര്യങ്ങളിലും എല്ലാം ഞങ്ങൾ സജീവമായിരുന്നു. ഞങ്ങളുടെ കൂട്ടായ്മകളിലും ചെറിയ സന്തോഷവേളകളിലും ഒക്കെ തുടങ്ങിവെച്ച ചെറിയ രീതിയിലുള്ള മദ്യപാനവും മയക്കുമരുന്നിന്റെ ഉപയോഗവും ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രത്തോളം ബാധിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല. ഞങ്ങൾ പോലും അറിയാതെ പാപത്തിന്റെ നാശത്തിന്റെ വഴികളിൽ കൂടി ഞങ്ങൾ നടന്നു. അശാന്തിയുടെയും അസമാധാനത്തിന്റെയും മേഖലകളിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടു. ആത്മീയമായിട്ട് ഞങ്ങൾ മരിച്ചവരായിരുന്നു. സർവേശ്വരന്റെ വലിയ കൃപ അതൊന്നു മാത്രമാണ് ഞങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തിയത്. ആ സർവേശ്വരന്റെ നാമത്തിൽ നമുക്ക് പറയാം, ഞങ്ങൾ ഇനി മദ്യത്തിന് അടിമകളായില്ല. മദ്യം തുലയട്ടെ. ഈ നിൽക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ സർവേശ്വരന്റെ നാമത്തിൽ നമുക്ക് ഒന്നിച്ചൊന്നായി പ്രതിജ്ഞ എടുക്കാം. ഇനി ഞങ്ങൾ മദ്യത്തിന് അടിമയായില്ല. മദ്യം തുലയട്ടെ. ഇതാ വരുന്നു അബ്കാരി, യഥാർത്ഥ ജനസേവകൻ, ജനങ്ങളെ സേവിപ്പിക്കുന്നവൻ. ഞാനാണ് അറിയില്ലയോ, കവിയാമനാൽ പള്ളി പ്രമാണി, നാട്ടുരാജാവ്, പള്ളി പ്രമാണി. ഈ പള്ളിപ്പണിക്ക് ഏറ്റവും അധികം പണം നൽകിയത് ഞാനാണ്. ഈ പള്ളിയിലെ പല സാധനങ്ങളും എന്റെ മദ്യം വിറ്റുണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിച്ച, എന്നിട്ട് ഇപ്പൊ മദ്യം കുടിക്കുന്നത്.
മദ്യദുരന്തം മദ്യദുരന്തം. ജീവൻ കൊറേ പോയേ. ഇവിടെ ഭൂകമ്പത്തിനും സുനാമിയിലും ആയിരങ്ങൾ മരിക്കുന്നില്ലേ? പിന്നെ അനാഥരായ കുഞ്ഞുങ്ങളുടെ കാര്യം കഷ്ടം. താനും കൊച്ചിട്ട് അനാഥാലയങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇനിയും പറയാ വിധവകളായ സ്ത്രീകളുടെ ശാപം. കുടിച്ച് ചത്തുപോയവരുടെ വൃദ്ധരായ മാതാപിതാക്കളുടെ ഗതി അതോ ഗതി. എന്റെ വൃദ്ധസദനങ്ങളിൽ ഡിസ്കൗണ്ട് റേറ്റിൽ അഡ്മിഷൻ നൽകാം. ഒന്നിന് വെറും 1 ലക്ഷം, രണ്ടെണ്ണം വെറും 1.5. പിന്നെ കുടിച്ച് ചന്നുപോയവരെയും കരളുപോയവരെയും ചികിത്സിക്കാൻ ആസ്പത്രികൾ വേറെയുണ്ട്. 5 സ്റ്റാറുകളെ അഡ്മിഷൻ വെറും 5000 രൂപ. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾ ഇനിയും കുടിക്കണം, നിങ്ങൾ ഇനിയും സന്തോഷിക്കണം. ഞാൻ ഇനിയും ആഹാരങ്ങൾ പറയാം. സമൂഹ വിവാഹങ്ങൾ നടത്തണ്ടേ? പള്ളി മേല ഓടി പിടിപ്പിക്കണ്ടേ? പിന്നെ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ഞാൻ ഒരല്പം സമ്പാദിക്കാം. വേണ്ട, ഈ സന്തോഷം ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ജനമതികളാണ്. പള്ളി പണിഞ്ഞാൽ നിങ്ങളുടെ പാപം തീരില്ല. അനാഥാലയങ്ങൾ നിങ്ങളുടെ തിന്മയെ മറക്കില്ല. ഏറ്റവും ക്രൂരമായ ശിക്ഷയ്ക്ക് നിങ്ങൾ അർഹരാണ്. ഒരു ജനസമൂഹമേ നമ്മൾക്കിവിടെ കല്ലെറിയുമല്ല. മദ്യം നശിക്കട്ടെ, കാഹളം മുഴങ്ങട്ടെ, മനുഷ്യ നന്മ പുലരാനിവിടെ ഒന്നിച്ചണിയായി ചേർന്നിടാം നമ്മൾ. മദ്യം നശിക്കട്ടെ.